നമുക്ക് എള്ളുണ്ട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഇവിടെ 200 ഗ്രാം എള്ള് എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് കറുത്ത എള്ളാണ്. 1/2 കപ്പ് തേങ്ങ വേണം, 1/2 കപ്പ് ശർക്കര വേണം, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും വേണം. ഇത് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഞാൻ കഴുകി ഉണക്കിയ എള്ളാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ കഴുകി ഉണക്കിയ എള്ളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുവാണ്. ഇത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇളക്കാൻ. ഈ വെളുത്ത എള്ളിനേക്കാളും കറുത്ത എള്ളാണ് കുറച്ചുകൂടെ നല്ലത്. അതിൻ്റെ തൊലി ഒന്ന് ഇളക്കി കളയാതെയാണ് കറുത്ത എള്ള് കിട്ടുന്നത്. ഇതിൽ ഈ തൊലിയിലാണ് എല്ലാ ന്യൂട്രിയൻസും ഉള്ളത്. ഇതൊന്ന് പൊട്ടാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഞാൻ ഇവിടെ എള്ള് വറുത്ത് ഒരു ബൗളിലോട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഇനി നമുക്കൊരു സോസ് പാനിലോട്ട് ശർക്കര ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ശർക്കരയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് ഈ വെള്ളത്തിലിട്ട് ഉരുക്കിയെടുക്കാം. ഈ ശർക്കര ഒന്ന് ഉരുക്കി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ശർക്കര ഉരുക്കി അതൊന്ന് അരിച്ചെടുക്കാം. ഇത് അധികം ഇംപ്യൂരിറ്റീസ് ഇല്ലാത്ത ശർക്കരയാണ്. ഇനി നമുക്ക് ഈ ശർക്കര തിരിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഈ പാനിലോട്ട് തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത്. ഈ ശർക്കര ഒറ്റനൂൽ പരുവ ആവുന്ന വരെ ഒന്ന് തിളപ്പിക്കണം. ഇതൊരു ഒറ്റനൂൽ പരുവ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ ഇട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറേ നാളും കൂടെ ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ സാധാരണ രീതിയിൽ തേങ്ങ ഇട്ട് ചെയ്യുവാണെങ്കിൽ അത് അധികം നാൾ ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് തേങ്ങ ഇടാതെ ഉണ്ടാക്കാം. കടയിലൊക്കെ നമുക്ക് കിട്ടുന്നത് തേങ്ങ ഇടാതെയാണ്. പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റ് തേങ്ങ ഇട്ടുള്ളതിനാണ്. ഈ ശർക്കര ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1 കപ്പ് എള്ളാണ്. നിങ്ങൾക്ക് ഈ എള്ള് പൊടിച്ച് വേണമെങ്കിലും ചേർക്കാം. ഞാൻ ഇത് പൊടിക്കാതെയാണ് ചേർക്കുന്നത്. ഞാൻ അവസാനം തേങ്ങയും എള്ളും കൂടെ ഇട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. കുറച്ച് മാത്രമേ ഞാൻ ഇവിടെ അടിക്കുന്നുള്ളൂ. ഉരുട്ടാൻ എളുപ്പത്തിനായിട്ടാണ് ഞാൻ ഇവിടെ അടിച്ചെടുക്കുന്നത്. ഞാൻ ഇത് കുറച്ചൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പകുതിയോളം ഞാൻ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുമ്പോഴേക്കും കുറച്ചുകൂടെ ഉരുട്ടാനായിട്ട് എളുപ്പമാണ്. ഇതുപോലെ ഓരോന്നും ഉരുട്ടിയെടുക്കാം. ഇതിന് ചൂട് കൂടുതലാണെങ്കിൽ ഉരുട്ടാൻ പാടാണ്. മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ചൂടും കുറച്ച് കുറവായിരിക്കും. മാത്രമല്ല ഉരുട്ടാനും എളുപ്പമായിരിക്കും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഉരുട്ടിയെടുക്കാം. നമ്മുടെ എള്ളുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് വയ്ക്കാൻ മറക്കരുത്. മറ്റൊരു ഡിഷുമായിട്ട് വീണ്ടും കാണുന്നവരെ ദിസ് ഈസ് അനുരാധ സൈനിങ് ഓഫ്. ബൈ.